പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടത് കേരളത്തിൽ നിന്ന് ഒരു MP കേരളത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മലയാളിയായ ഒരു MP ജോർജ് കുര്യൻ അദ്ദേഹം സഹമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് രാജ്യസഭയിൽ ടേം ആവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നതുകൂടി ഒന്ന് സൂചിപ്പിച്ചു പോകുന്നു. ഈ മന്ത്രിസഭയിലേക്ക് തിരികെ എത്താൻ സാധ്യതയുള്ള മറ്റൊരു പേര് എന്നത് അനുരാഗ് ഠാക്കൂറിൻ്റെതാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ആളാണ്, BJPയുടെ നേതാവാണ്. നേരത്തെ ധനമന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി എന്ന നിലയിലടക്കം പ്രവർത്തിച്ചിരുന്നു എന്നതാണ് അനുരാഗ് ഠാക്കൂറിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. സൂചിപ്പിക്കുന്ന പോലെ നേതൃത്വവുമായും ഒക്കെ മികച്ച ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് അനുരാഗ് ഠാക്കൂർ. ഒരു പക്ഷേ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് അനുരാഗ് ഠാക്കൂർ തിരികെ എത്തിയേക്കാം എന്നതാണ് സൂചന. ഇനിയിപ്പോൾ ഒരു അഭ്യൂഹം മാത്രമാണ്, ഒരിക്കലും സ്ഥിരീകരിക്കാവുന്ന വാർത്തയല്ല എന്ന് തന്നെ ഓർമ്മിപ്പിക്കട്ടെ. കേരളത്തിന് എന്ത് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും നൽകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ പശ്ചാത്തലമാണ്. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പൊന്നും ആസന്നമല്ല. ചില സ്ട്രാറ്റജികളൊക്കെ പയറ്റു നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും അത്ര കണ്ട് വിജയിച്ചില്ല എന്നതാണ് BJPയുടെ നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ. എങ്കിൽ പോലും C സദാനന്ദൻ ഇപ്പോൾ രാജ്യസഭ MP ആണ്. അദ്ദേഹത്തിന് മറ്റൊരു പരിവേഷം രാജ്യസഭയിലടക്കമുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അങ്ങനെ കാലുകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ട പതിറ്റാണ്ടുകളുടെ RSS പാരമ്പര്യമുള്ള ഒരാൾക്ക് ആ പാരമ്പര്യത്തിനും പ്രവർത്തനത്തിനുമൊക്കെ നൽകുന്ന ഒരു അംഗീകാരം എന്ന നിലയിലാണ് ഇപ്പോൾ രാജ്യസഭ MP സ്ഥാനം നൽകിയിട്ടുള്ളത്. ഒരു പക്ഷേ സഹമന്ത്രി സ്ഥാനത്തേക്ക് സദാനന്ദൻ കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം കേൾക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേര് അനൂപ് ആന്റണിയുടേതാണ്. കേരളത്തിൽ നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോൾ അനൂപ് ആന്റണിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാത്രം മതി. അനൂപ് ആന്റണി എന്ന ചെറുപ്പക്കാരൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, എൻ്റെ ഓഫീസുമായി ചേർന്ന് കാലങ്ങളായി പ്രവർത്തിക്കുന്നു അനൂപ് ആന്റണി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ യുവനിരയ്ക്ക് പ്രാധാന്യം നൽകുകയും കേരളത്തിന് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അനൂപ് ആന്റണിക്ക് ഇടം നൽകുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് K സുരേന്ദ്രൻ്റെ പേരാണ്. BJPയുടെ ഒരു കാലത്തെ ക്രൗഡ് പുള്ളർ എന്ന് തന്നെ പറയാവുന്നത് K സുരേന്ദ്രൻ ആയിരുന്നു. ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ അടക്കം BJPയെ നയിച്ച സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു K സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. മറ്റൊന്ന് അനിൽ ആന്റണിയുടേതാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസിന്റെ IT വിഭാഗം ഹാൻഡിൽ ചെയ്തിരുന്ന സമയത്ത് ഒരുപക്ഷെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വരവായിരുന്നു BJPയിലേക്ക്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ മുഖം, അതായത് പ്രതിരോധ മന്ത്രി എന്ന വളരെ പ്രധാനപ്പെട്ട ചുമതല പോലും വഹിച്ചിരുന്ന AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് എത്തി എന്നത് അന്ന് ദേശീയ തലത്തിലടക്കം വാർത്തകളിൽ നിറഞ്ഞൊരു പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ നിന്ന് പരിഗണിക്കപ്പെടുന്നുവെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരു പക്ഷേ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും എന്ന സൂചനകളാണ് ഉള്ളത്. ഇതെല്ലാം തീരുമാനിക്കുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വമാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കഴിഞ്ഞ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി മന്ത്രിയാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി നമ്മൾ മറ്റൊരു പേര് കൂടി കേട്ടിരുന്നു. ആ പേരാകട്ടെ സാധാരണ ഈ ടെലിവിഷൻ ചർച്ചകളിലേക്കൊക്കെ BJPയുടെ ഗസ്റ്റുകളെ കേരളത്തിൽ നൽകുന്നത് ജോർജ് കുര്യൻ ആയിരുന്നു. ജോർജ് കുര്യനെയാണ് ടെലിവിഷൻ ചർച്ചകൾക്ക് ഗസ്റ്റിന് വേണ്ടി ബന്ധപ്പെടുക. അങ്ങനെ മാധ്യമങ്ങൾക്ക് ഗസ്റ്റിനെ നൽകുന്ന ജോർജ് കുര്യൻ ഈ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ഗസ്റ്റ് കോർഡിനേഷന്റെ തിരക്കിലായിരുന്നു. അവിടെയാണ് അപ്രതീക്ഷിതമായി ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം എത്തിയത്. അത് ജോർജ് കുര്യൻ പോലും അറിഞ്ഞില്ല എന്നാണ് BJP കേന്ദ്രങ്ങൾ അന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. ഇതെല്ലാം തീരുമാനിക്കുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വമാണ്. പക്ഷേ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയിൽ ഉടൻ അഴിച്ചുപണി ഉണ്ടാകും എന്ന് തന്നെയാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.